നമ്മുടെ ഇന്നത്തെ വീഡിയോ മക്രോണി ചിക്കനാണ്. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എങ്ങനെയെന്ന് കാണാം. അതിനായി കുറച്ച് ചിക്കൻ എടുത്ത് അതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് അതിലോട്ട് തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം നന്നായി ചിക്കന് പിടിച്ച് ഇതുപോലെ ആയി കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ട് എടുക്കാവുന്നതാണ്. ഇത് വെള്ളത്തിലിട്ട് എടുക്കുന്നത് ചിക്കനിലിടുമ്പോൾ ഇതിന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിലിടാതെ മക്രോണി ചിക്കനിലോട്ട് ഇട്ടാൽ മസാല പിടിക്കില്ല. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ മസാല മക്രോണിക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് അതിനാവശ്യമായ വഴറ്റാനുള്ള സാധനം കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും എരിവിനാവശ്യമായ പച്ചമുളകും ഒരു കഷ്ണം ക്യാപ്സിക്കവും ഇട്ട് ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം തക്കാളിയെല്ലാം ഇതുപോലെ വഴറ്റിയായതിന് ശേഷം അതിലോട്ട് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വീണ്ടും വഴറ്റി കൊടുക്കണം. വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ല സ്മെല്ല് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും മക്രോണിയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് തന്നെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതിലോട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് 3 വിസിൽ വരുന്നവരെ കുക്കർ മൂടി വെക്കണം. അങ്ങനെ 3 വിസിൽ കഴിഞ്ഞ് ചിക്കനും മക്രോണിയും നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം ഇതിലോട്ട് ഇനി 1 സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ മക്രോണി റെഡിയായി കിട്ടി. ഇടയ്ക്ക് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ചൂടോടെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇളക്കുമ്പോൾ തന്നെ നല്ല കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.